നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അസൂയവഹമായ രീതിയിലാണ് നിഫ്റ്റി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 22,000 മറികടന്ന് 22,100. അസൂയവഹമെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു ഫ്രണ്ട് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിഫ്റ്റി 14,400 എത്തട്ടെ എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുള്ളൂ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ട്. നിഫ്റ്റി ഇടിയട്ടെ, 14,400 എത്തട്ടെ എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. അങ്ങനെയുള്ള ആളുകൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് വാല്യൂ കാണുമ്പോൾ അവർക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു നിരാശാ ബോധമുണ്ട്. എന്നാൽ നിഫ്റ്റിയിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വസിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നിഫ്റ്റി 22,000 എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പർ ക്രോസ് ചെയ്ത് 22,112 ഹൈ ക്രിയേറ്റ് ചെയ്തു. ചാർട്ട് നമുക്ക് നേരെ നോക്കാം. വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്, എഫ് ക്ലോസിംഗ് എന്ന് കാണാം. വെള്ളിയാഴ്ചയിലെ ക്ലോസിങ് ഗ്യാപ്പ് അപ്പിൽ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് പോയി 22,109 എന്ന ഒരു ഹൈ 12 ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം 22,109 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. 200 പോയിൻ്റാണ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സ് 259 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 448 പോയിൻറ്റിൻ്റെ റാലി. കഴിഞ്ഞ ദിവസം ഇന്ന് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് HDFC ബാങ്കും റിലയൻസും അല്ലെങ്കിൽ IT സെക്ടറുള്ള കമ്പനീസാണ്. ADR സ്റ്റോക്കുകളിൽ വിപ്രോ അവിടെ 15% റാലി രേഖപ്പെടുത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വിപ്രോവിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ദിവസമായിട്ട് വിപ്രോ മാറി. 10% മുകളിൽ എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയ വിപ്രോ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവെങ്കിൽ കൂടിയും 6%-ലേറെ റാലി രേഖപ്പെടുത്തി. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 1,114 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 1,083 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം വിപ്രോ തന്നെയാണ്, 6%. ONGC, HCL ടെക്, ഇൻഫോസിസ്, ഭാരത് എയർടെൽ തുടങ്ങിയ കമ്പനീസ് ശക്തമായ റാലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, ഹിൻഡൽകോ, ബജാജ് ഫിൻസർവ്, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് 1 മുതൽ 3.5% വരെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ സെക്ടർ പെർഫോമൻസ് നോക്കാം. IT 2%, എനർജി, ഫാർമ, PSU ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, FMCG, ഓട്ടോ, റിയാലിറ്റി തുടങ്ങിയ സെക്ടേഴ്സ് ഇന്ന് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഒരു സെക്ടർ മാത്രം, മെറ്റൽ സെക്ടർ മാത്രമാണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളൂ. നമുക്ക് നിഫ്റ്റിയിലെ ടോപ്പ് മൂവേഴ്സ് നോക്കാം. നിഫ്റ്റി ഓവറോൾ മൂവ് ചെയ്തിട്ടുള്ളത് 200 പോയിൻറ്റ്, 0.93%. HDFC ബാങ്ക് ഏകദേശം ഒരു 1% കോൺട്രിബ്യൂഷൻ, അതായത് 0.93%ൻ്റെ ശതമാനം, അതല്ലെങ്കിൽ 200 പോയിൻറ്റിൻ്റെ ശതമാനം എവിടെ നിന്നാണ് വന്നത്? HDFC ബാങ്കിൽ നിന്ന് 54 പോയിൻറ്റ് ഉയർന്നു. റിലയൻസ് 36 പോയിൻറ്റ് ഉയർന്നപ്പോൾ നിഫ്റ്റിയിലേക്ക് അത് 0.19%ൻ്റെ കോൺട്രിബ്യൂഷൻ നൽകി. ഇൻഫോസിസ്, എയർടെൽ, HCL ടെക്, ICICI ബാങ്ക്, വിപ്രോ, ONGC, കൊട്ടാക് ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, SBN, NTPC തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റി റാലി രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഫിൻനിഫ്റ്റി നാളെയാണ് ഇതിൻ്റെ എക്സ്പയറി. ഡോട്ടഡ് ലൈൻ കാണാം, അത് ഫിൻനിഫ്റ്റിയുടെ സ്പോട്ടിനെ സൂചിപ്പിക്കുന്നു. 21,400 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 21,350, 21,300, ഈവൻ 200, അതായത് 20,000 മുകളിലേക്ക് എല്ലാം തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഫിൻനിഫ്റ്റിയിലുണ്ട്. എന്നാൽ കോൾ സൈഡിലും ശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. 21,500 തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, 600 700 സ്വാഭാവികമായിട്ടും 22,000 PCR 0.9, പുട്ട് കോൾ റേഷ്യോ 0.9. കോളിലാണ് ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ പൊതുവേ കാണുന്നത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ മാർക്കറ്റിലുള്ള ന്യൂസുകൾ നോക്കാം. ഈ ഒരു ആഴ്ചയിൽ കാലിക്കട്ട് വെച്ചാണ് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച കൊച്ചിയിലാണ്. ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 15 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ, അത് നിങ്ങളുടെ സമയം അനുസരിച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നേരിട്ട് ഫേസ് ടു ഫേസ് നമ്മളൊരു 10 പേര് ഇരുന്ന് ഇതേ മണിക്കൂറുള്ള ക്ലാസ്സുകൾ നമ്മൾ TV യിലെല്ലാം തന്നെ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്ട്രാറ്റജി എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് സംശയ നിവാരണം നടത്തി പോകും. വീണ്ടും ഓൺലൈൻ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വീണ്ടും 1 വർഷം നമ്മളെ സപ്പോർട്ടുണ്ട്. അങ്ങനെ വലിയൊരു സപ്പോർട്ട് പീരീഡുള്ള
കോഴ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. US മാർക്കറ്റ് ഇന്ന് അവധിയാണ്, മാർട്ടിൻ ലൂതർ കിങ് ഡേ ആയിരുന്നു. ഇന്ന് 59 പോയിൻറ്റ് ഫ്ലാറ്റായ രീതിയിൽ ഡോ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിക്സ് 5% സ്പൈക്ക് ചെയ്ത് 13.78, ബിറ്റ് കോയിൻ 278 പോയിൻറ്റ്, MOX റഷ്യൻ മാർക്കറ്റ് റെഡിലാണ്, FTSE CAC 40 ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് ചെറിയ രീതിയിൽ ബിയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. ജപ്പാൻ മാർക്കറ്റ് 35,900 ആയിട്ടുണ്ട്. കോസ്പി, കൊറിയ, ചൈന തുടങ്ങിയ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബ്രന്റ് ഓയിൽ $77.82 പെർ ബാരൽ, ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ. ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഒരു $3 ഉയർന്ന് $2,052 പെർ ഔൺസ് എന്ന നിലയിലാണ്. നേരെ നമുക്ക് ഗ്ലോബൽ സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മന്ത് ഹൈയിലാണ് ഇപ്പോൾ നമ്മളെ ഭക്ഷ്യവിലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുള്ളത്. സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും മറ്റുള്ള പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ഇത് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തു പോയി. M&M ഗ്രൂപ്പ് ഒൻട്രിയ പെൻഷൻ ഫണ്ടായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 2022 കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് രൂപീകരിച്ചു. EV മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. ജ്യോതി CNC കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള CNC മെഷീൻ ഓട്ടോമേഷൻ കമ്പനിയാണ്, ഡൽഹി കേന്ദ്രമായിട്ടുള്ളത്. നാളെ ലിസ്റ്റ് ചെയ്യും. ഏകദേശം ഒരു 15% തന്നെ ലിസ്റ്റിംഗ് പ്രീമിയം ഇഷ്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് ഏകദേശം 33 രൂപയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ സിൻക്ലെയർ ഹോട്ടൽ കമ്പനി സ്റ്റോക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ 1:1 റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഒരു സ്റ്റോക്ക് അഡീഷണൽ കിട്ടും. ജനുവരി 29 ഇവരുടെ ഈ ഒരു റെക്കോർഡ് ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനി ഇന്ന് അവരുടെ Q3 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 28% ഉയർന്നു. നെറ്റ് ഇൻകം 34% ഉയർന്നു. മാൻ ഇൻഫ്ര കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. 400 കോടി രൂപയുടെ ഓർഡർ അവർക്ക് കിട്ടി. BHEലും 52 വീക്ക് ഹൈയിലാണുള്ളത്. 15,000 കോടി രൂപയുടെ ഓർഡർ NLC ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടി. ക്യാപിറ്റൽസ് ഇൻഫ്ര പ്രൊജക്റ്റ് കമ്പനി ഇവർ 2,000 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ഓൾറെഡി തന്നെ കിട്ടിയെന്ന് കമ്പനി അറിയിച്ചു. റിലയൻസ് ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. റിലയൻസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ഏകദേശം REC സോളാർ നോർവേയിൽ ഏകദേശം $22 മില്യൺ ഒരു കമ്പനീനെ അക്യൂർ ചെയ്താണ് റിലയൻസിന് റാലി രേഖപ്പെടുത്താൻ കാരണം. ഡിക്സൺ ടെക് കമ്പനി ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡിക്സൺ ടെക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 27 കോടി രൂപയിൽ നിന്ന് 230 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. കൂടാതെ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഇവരുടെ പ്ലാന്റിൻ്റെ പ്രവർത്തന കമ്പനി ആരംഭിച്ചു. NBCCക്ക് 76 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഫെവിക്വിക്കിൻ്റെ നിർമ്മാതാക്കളാണ്. അവർ SYN ബയോസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സൗത്ത് ഏഷ്യയിലെല്ലാം തന്നെ കെമിക്കൽ ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി. രാമ സ്റ്റീൽ ട്യൂബ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ജനുവരി 24. ആൻ്റണി വേസ്റ്റ് കമ്പനി ഇവരുടെ വേസ്റ്റ് ഹാൻഡ്ലിംഗ് 12% ഇയർ ഓൺ ഇയർ ബേസിസ് കമ്പനിയുടെ വോളിയം ഉയർന്നു എന്ന് കമ്പനി അറിയിച്ചു. ലാൻഡ്മാർക്ക് കാർ കമ്പനി പ്രീമിയം കാറെല്ലാം തന്നെ സെല് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ ഓപ്പറേഷൻ റവന്യൂ 8% വർധനവ് രേഖപ്പെടുത്തിയെന്ന് കമ്പനി അറിയിച്ചു. ഇനി നമുക്ക് റിലയൻസിൻ്റെ റിസൾട്ട്, HDFC ബാങ്കിൻ്റെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് എത്ര കിട്ടി, ബോണസ് എത്ര കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. കൂടാതെ തന്നെ ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്, അതും ഫ്രീ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.